ഹായ് ഹലോ ഗുഡ് ഈവനിങ്. വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സത്യ പപ്പിക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ സത്യയും പപ്പിയും കൂടെ അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ നമ്മുടെ രാഘവൻ നായരുടെ കാലിൻ്റെ കുഴമ്പ് ഇടാനായിട്ട് നമ്മുടെ ശ്യാമ അവിടുന്ന് കുഴമ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട് അവിടെ വെച്ചേക്കും, ഞാനത് ഇട്ടേക്കാന്നൊക്കെ. അന്നേരം നമ്മുടെ പപ്പിയും സത്യയും കൂടി രാഘവൻ നായരുടെ അടുത്തുനിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ സത്യ പറയുന്നുണ്ട്, പിന്നെ പപ്പിയുടെ അച്ചാച്ചനെന്ന് പറയുമ്പോൾ അത് എൻ്റെ കൂടി അച്ചാച്ചനല്ലേ എന്നൊക്കെ കേൾക്കുമ്പോൾ അതേ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ തന്നെ ഈ കുഴമ്പ് കാലിലിട്ട് തരാം, അച്ചാച്ചൻ എന്താ പ്രയാസം എന്നൊക്കെ ചോദിച്ചും കൊണ്ട് കാലിൽ ഇങ്ങനെ കുഴമ്പ് തേക്കുകയാണ് നമ്മുടെ പപ്പിയും സത്യയും കൂടി ചേർന്ന്. അപ്പോൾ സത്യയും പപ്പിയും കൂടി ചേർന്ന് ഇങ്ങനെ കുഴമ്പ് തേക്കുമ്പോഴൊക്കെ രാഘവൻ നായരുടെ ഓർമ്മ വരുന്നത് നമ്മുടെ ശാലിനി പണ്ട് കാലിലിങ്ങനെ കുഴമ്പ് തേക്കുന്ന എണ്ണ പുരട്ടിയൊക്കെ തേക്കുന്നതായിരുന്നു രാഘവൻ നായർക്ക് ഓർമ്മ വരുന്നത്. അന്നേരം രാഘവൻ നായരുടെ കണ്ണുകൾ മുഴുവൻ ഈറനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശാലിനി പിന്നെ കുടുംബശ്രീ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, സത്യം എന്താണാവോ അവിടെ എടുക്കുന്നത്, എന്തായാലും ഞാൻ ശ്യാമയെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ശാലിനി ശ്യാമയെ വിളിക്കുകയാണ്. അപ്പോൾ ശ്യാമയെ വിളിക്കുമ്പോൾ ശ്യാമ എന്തോ ചെറിയൊരു തയ്യൽ ജോലിയിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അന്നേരമാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ശ്യാമ എന്നിട്ട് ഫോൺ എടുക്കുമ്പോൾ ആ കുഞ്ഞേച്ചി പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും സത്യം അവിടെ എന്തെടുക്കുവാടിയെന്ന്. അപ്പോൾ പറയാം നോക്കട്ടെ കുഞ്ഞേച്ചി, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന്. അന്നേരം ശ്യാമ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ രാഘവൻ നായർക്ക് കുഴമ്പ് തേച്ചുകൊണ്ടിരിക്കുകയാണ് കാലിൽ. അപ്പോൾ ശ്യാമ നമ്മുടെ ശാലിനിയോട് പറയുന്നുണ്ട്, കുഞ്ഞേച്ചി ഞാൻ ഈ കോൾ കട്ട് ചെയ്തിട്ട് കുഞ്ഞേച്ചി വീഡിയോ കോളിൽ വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. അങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ശ്യാമ നമ്മുടെ ശാലിനിക്ക് പിന്നെ ഈ രാഘവൻ നായർക്ക് എണ്ണ തേക്കുന്നത് രണ്ടുപേരും കൂടെ ഇങ്ങനെ കുഴമ്പ് തേച്ചൊക്കെ പിടിപ്പിക്കുന്നതൊക്കെ ശ്യാമ കാണിക്കുകയാണ്. അപ്പോൾ ശാലിനിക്കത് നന്നായിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അവൾ ഈ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ പിന്നെ സത്യ ചോദിക്കുന്നുണ്ട് ബിഗ് ഫ്രണ്ട് എവിടെയാണെന്ന്. അപ്പോൾ പറയുന്നുണ്ട് മുകളിലെ റൂമിലുണ്ടെന്ന്. മോളെ ഇനി മതി, ഇനി നിങ്ങളെല്ലാം കൈ തുടച്ചിട്ട് പോയി മോളിൽ പോയി കളിച്ചോളൂ എന്നൊക്കെ നമ്മുടെ രാഘവൻ നായർ പറയുന്നുണ്ട്. അങ്ങനെ മുകളിൽ പോയി കളിക്കാനായിട്ട് അവർ പോകുമ്പോൾ ബിഗ് ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, വിഷ്ണു അച്ഛൻ എന്താ ഇവിടെ വിഷമിച്ചിരിക്കുന്നത്, ചേച്ചിയമ്മയെ കാണാനിട്ടാണോ എന്നൊക്കെ നമ്മുടെ പപ്പി അന്വേഷിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു എന്നുള്ളൊരു സമ്മതത്തോടു കൂടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അന്നേരം നമ്മുടെ സത്യ പറയുന്നുണ്ട്, ഈ ചേച്ചിയമ്മയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ, എവിടെയാണ് ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കി പിന്നെ ഡ്രോയറൊക്കെ തുറന്നൊരു ഫോട്ടോ എടുത്തിട്ട് സത്യ കാണിക്കുകയാണ്. അപ്പം നമ്മൾ പ്രേക്ഷകരായ നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ശരിക്കും ശാലിനിയുടെ പിക്ചർ മോള് കാണുന്നുണ്ടെന്ന്. പക്ഷേ ശാലിനിയുടെ പൊട്ടിപ്പോയ പിക്ചറാണ്, അതായത് ആ ഫോട്ടോ പൊട്ടിപ്പോയത്. അപ്പോൾ മുഖം എന്തായാലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാണിക്കുമ്പോൾ ഇങ്ങനെ സത്യ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഇതൊന്ന് നോക്കിയെന്ന്. അങ്ങനെ വിഷ്ണു നോക്കുമ്പോൾ അത് പൊട്ടിയതായി മുഖമൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വിഷ്ണുവിന് അത് സങ്കടമാകുന്നുണ്ട്. അങ്ങനെ വിഷ്ണു അതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സത്യാമ്മ വരുമ്പോൾ തന്നെ വിഷ്ണു ദേഷ്യപ്പെടുന്നുണ്ട്, എന്താ ഇത് കാണിച്ചിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് ഞാൻ ഒത്തിരി സമയം തന്നു, ഒരു മരണം വന്നാൽ പോലും അതിനൊരു പരിധിയുണ്ട്, ആ മരണത്തിൻ്റെ സങ്കടത്തിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നതിന്. ഇത് അതുമല്ലല്ലോ, 6 വർഷം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സത്യാമ്മ പറയുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ ഈ കുട്ടികളെ രണ്ടുപേരും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം സത്യാമ്മ അങ്ങ് പോകുമ്പോൾ തന്നെ വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ സത്യ പറയുന്നുണ്ട് വേറെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാമോ എന്ന്. അപ്പോൾ പറയും വേറെ ഇല്ല എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്. അപ്പോൾ നമ്മുടെ പപ്പി പറയുന്നുണ്ട്, വെള്ളിയാഴ്ച നമുക്ക് പിന്നെ സത്യയുടെ അമ്മ വലിയൊരു ഓഫീസറാണ്, അപ്പോൾ സത്യയുടെ അമ്മയെ കൊണ്ട് നമുക്ക് അന്വേഷിപ്പിക്കാം ചേച്ചിയമ്മ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ, വെള്ളിയാഴ്ച വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ വിഷ്ണു ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ പഴയൊരു ബുക്കിനകത്ത് ഒരു ഫോട്ടോ ഉണ്ട്. പക്ഷേ അത് ശാലിനിയുടെ കുഞ്ഞു നാളത്തെ ഫോട്ടോയാണ്. അപ്പോൾ അതെടുത്ത് നമ്മുടെ സത്യ കാണുമ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഇതാണോ, ഇതെങ്ങനെയാണോ. അപ്പോൾ പറയാം അത് പഴയ ഫോട്ടോ മോളെ, കുട്ടിക്കാലത്ത് കുട്ടി ആയിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പ പറയുന്നുണ്ട്, എന്തായാലും നീ ഇത് വെച്ചോ, നമുക്ക് നിൻ്റെ അമ്മയോട് പറഞ്ഞ് നമുക്കിത് അന്വേഷിക്കാം എന്നൊക്കെ പറയുമ്പോൾ സത്യയും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിന് അതൊരു പിന്നെ ഇങ്ങനെ കുട്ടികളിങ്ങനെ സന്തോഷത്തോടെ ചേച്ചിയമ്മ വരും എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷവും തോന്നുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശാലിനി അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ പിന്നെ വണ്ടിയിൽ ഇങ്ങനെ യാത്രയാവുകയാണ്. ആവുന്ന സമയത്ത് ശാലിനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. പിന്നെ വിഷ്ണു ഇങ്ങനെ പിന്നെ അവരുടെ അടുത്ത് ശാലിനി വേണമെന്ന് വിചാരിച്ചിരിക്കുന്നതും വിഷ്ണു ഇപ്പോഴും ശാലിനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സത്യയും പപ്പിയും കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ പിന്നെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകണമായിരുന്നു, എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടുതരാമോ എന്ന്. അതെ അതിനെന്താ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ പപ്പി പറയുന്നുണ്ട്, എന്നാൽ ഞാനും കൂടി വരാം വിഷ്ണു വെച്ചാന്ന് പറഞ്ഞ് അങ്ങനെ അവർ 3 പേരും കൂടി വണ്ടിയിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ വണ്ടിയിൽ യാത്രയായിട്ട് നമ്മുടെ കുടുംബശ്രീ വീട്ടിലാണ് ശരിക്കും നമ്മുടെ സത്യമോളെ കൊണ്ടുവിടാനായിട്ട് വിഷ്ണുവും ഒക്കെ ഇറങ്ങിയത്. പക്ഷേ വിഷ്ണുവിനും ഒന്നും അറിയത്തില്ലല്ലോ കുടുംബശ്രീ വീടാണ് കുട്ടിയുടെ
വീടെന്നുള്ളത്. അങ്ങനെ അത് പോകുമ്പോൾ തന്നെ പകുതി വഴിക്ക് എത്തിയിട്ട് നമ്മുടെ പിന്നെ സത്യ ഫോൺ വിളിക്കുന്നുണ്ട് ശാലിനി. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന്. അപ്പം ശാലിനി പറയുന്നുണ്ട്, ആ വരികയാണെങ്കിൽ മോളെ രാമേട്ടനെ വിടാം എന്നൊക്കെ പറയുമ്പോൾ, വേണ്ടമ്മേ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അതാരാ ഞങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാനും പപ്പിയും പപ്പിയുടെ വല്യച്ഛനുമാണെന്ന്. അപ്പോൾ ശാലിനി ഇങ്ങനെ നന്ദം വിട്ട് പോകുന്നുണ്ട്. വീട്ടിലേക്കോ? മോളെ അത് വേണ്ട, നിങ്ങൾ എവിടെ എത്തിയെന്ന് കേൾക്കുമ്പോൾ കുട്ടിക്ക് സ്ഥലം അറിയത്തില്ല. അപ്പം വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് സ്വരാജ് ജംഗ്ഷനാണെന്ന്. അങ്ങനെ സ്വരാജ് ജംഗ്ഷൻ എത്തിയെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയാണോ മോളെ, അവിടെ നിൽക്കി, ഞാൻ അല്ലേ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു ശാലിനി ഒരു പരിഭ്രമം പോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ അവരൊരു പിന്നെ തട്ടുകട പോലത്തെ ഒരു, അതായത് നമ്മുടെ പാനിപ്പൂരിയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് രണ്ട് കുട്ടികളും ഈ വിഷ്ണുവും കൂടെ ഇറങ്ങിയിട്ട് പറയുകയാണ് നമുക്ക് ഇവിടുന്ന് കഴിക്കാമെന്നൊക്കെ. അപ്പോൾ സത്യ ചോദിക്കുന്നുണ്ട്, ഇത് ഹൈജീനിക് സ്ഥലമാണോ എന്നൊക്കെ. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? അത് എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹൈജീനിക് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ എന്തായാലും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്, പാനിപ്പൂരി കഴിച്ച കാര്യമൊന്നും ഇനിയിപ്പം പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെ അവരിങ്ങനെ അച്ഛനും മക്കളുമായിട്ടുള്ള സംഭാഷണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് നമ്മുടെ ശാലിനിയും ഡ്രൈവറൊക്കെ കാറിൽ എന്തായാലും ശാലിനി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ശാലിനി നോക്കുമ്പോൾ ഇവർ തമ്മിൽ വലിയ സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ കാര്യങ്ങൾ പറയുന്നതും പരസ്പരം ഉമ്മ കൊടുക്കുന്നതൊക്കെ ശാലിനി ഇങ്ങനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ ആ ഭാഗം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, പിന്നെ കമൻറ്റ് തരണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്